നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 239 239. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം തൃതീയ സ്കന്ധം അധ്യായം 12 42 ശ്ലോകം. സാവിത്രം പ്രജാപത്യം ച ബ്രാഹ്മം ച അധ ബൃഹത്തഥാ വാർത്താ സഞ്ജയശാലീന ശിലോഞ്ച ഇതി വൈ ഗൃഹേ. ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സവിതാവിനെ, അതായത് സൂര്യനെ പ്രസാദിപ്പിക്കുന്ന വ്രതം, പ്രജാപതിയെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കുന്ന വ്രതം, ബ്രഹ്മത്തെ അല്ലെങ്കിൽ വേദത്തെ സ്വാധീനപ്പെടുത്തുന്നതായ വ്രതം. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നതും വേദം എന്ന് പറയുന്നതും ഒന്നാണെന്ന് മനസ്സിലാക്കണം. വേദം എന്ന് തിരിച്ചിട്ടാൽ ദേവനായി പറഞ്ഞോ. അപ്പോൾ വേദത്തെ സ്വാധീനപ്പെടുത്തുന്നതായ വ്രതം, അപ്രകാരം തന്നെ അധികം വലുതായ വ്രതം. ഗൃഹസ്ഥാശ്രമത്തിൽ ഇതി വാർത്ത പറഞ്ഞാൽ സഞ്ചയം, ശാലീനം, ശിലോഞ്ചം എന്നിവ 3-4 തരത്തിലുണ്ട്. അപ്പോൾ സഞ്ചയം, ശാലീനം, ശിലോഞ്ചം എന്നിവ. ഇനി അതിൻ്റെ ഗഹനമായിട്ടുള്ള ഒരു ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ആശ്രമങ്ങളെ വിവരിക്കുന്നു. ഒന്നാമത്തെ ആശ്രമം ബ്രഹ്മചര്യം. അതിൻ്റെ അവാന്തരഭേദം ഉപനയനം കഴിഞ്ഞ ശേഷം ഗായത്രി എന്ന മന്ത്രം അധ്യയനം ചെയ്യുന്നതായ ആദ്യത്തെ 3 ദിവസത്തെ ബ്രഹ്മചര്യവ്രതത്തിന് സാവിത്രം എന്നു പേർ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് സവിതാവ്, സൂര്യൻ, സൂര്യമഹിമയെ പ്രകാശിപ്പിക്കുന്ന മന്ത്രമായതുകൊണ്ട് ഗായത്രിക്ക് സാവിത്രി എന്ന് കൂടെ പേരുണ്ട്. സാവിത്രി എന്ന മന്ത്രത്തെ അഭ്യസിക്കുന്ന വ്രതത്തിന് സാവിത്രം എന്ന് പേർ. അതെ. അത് കഴിഞ്ഞിട്ട് പ്രജാപതിയെ, ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള പ്രജാപത്യം എന്ന വ്രതത്തെ ആചരിക്കുന്ന ആദ്യത്തെ വർഷത്തിന് പ്രജാപത്യം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മം അല്ലെങ്കിൽ വേദം പഠിച്ചു കഴിയുന്നത് വരെയുള്ള ബ്രഹ്മചര്യത്തിന് ബ്രാഹ്മം എന്ന് പറയും. മരണപര്യന്തം വേദം പഠിച്ചു കഴിയുന്ന വ്രതത്തിന് ബൃഹത് എന്ന് പറയും. അതായത് വളരെ വലുതെന്നർത്ഥം. മരണം വരെ വേദത്തിനെ ഉപാസിക്കുക, വേദങ്ങളെ ഉപാസിക്കുക, അങ്ങനെയും പറയാം. പഠിച്ചു കഴിഞ്ഞ വ്രതത്തിന് ബൃഹത് എന്ന് പറയും. ഈ വ്രതം അനുഷ്ഠിക്കുന്നവൻ നൈഷ്ഠിക ബ്രഹ്മചാരി. മരണം വരെ വേദങ്ങളെ ഉപാസിച്ചു കൊണ്ടിരിക്കണേനാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുക. ഈ 4 വിധ വ്രതവും ബ്രഹ്മചര്യാശ്രമത്തിൽ അനുസരിക്കുന്ന വൃത്തിയാകുന്നു. വൃത്തി എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ, അതായത് രക്ഷപ്പെടാനുള്ള മാർഗം എന്നാണ് പറയുക. പ്രവൃത്തി എന്ന് പറഞ്ഞാലോ നിവൃത്തി ഉണ്ടാവാതിരിക്കാനുള്ള മാർഗം എന്നർത്ഥം. അപ്പോൾ രണ്ടാമത് ഗൃഹസ്ഥം എന്നു പേരുള്ള ആശ്രമം. വാർത്ത, സഞ്ചയം, ശാലീനം, ശിലോഞ്ചം എന്ന് 4 ഗൃഹസ്ഥൻ്റെ കാര്യങ്ങളാണ്. അത് എങ്ങനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, വേദം പഠിക്കുക, യജിപ്പിക്കുക എന്നീ പ്രവൃത്തിയിൽ നിന്ന് സിദ്ധിക്കുന്ന ധനത്തെ സംഗ്രഹിക്കുന്നതായ വ്യാപാരത്തിന് സഞ്ചയം എന്ന് പേര്. 2-1 എന്ന് പറയാം നമുക്ക്. യാചിക്കാതെ കഴിയുന്ന വ്യാപാരത്തിന് ശാലീനം എന്ന് പറയുന്നു. 2-2. അങ്ങാടികളിൽ വീണ് കിടക്കുന്ന ധാന്യങ്ങളെ പെറുക്കിയെടുത്ത് കഴിയുന്നത് ശിലം. 2-3.
കൃഷിസ്ഥലങ്ങളിൽ വീണ് കിടക്കുന്ന ധാന്യങ്ങളെ പെറുക്കിയെടുത്ത് കഴിഞ്ഞത് ഉഞ്ചം. അതാണ് ഈ ഉഞ്ചവൃത്തി. ഈ സമ്പ്രദായ ഭജന പറഞ്ഞിട്ടൊന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മിൻസാണ് അത് ചെയ്യുന്നത്. വിട്ടള വിട്ടള പാണ്ഡുരംഗ വിട്ടള എന്ന് പറഞ്ഞിട്ട് അവരെ കുതിച്ച് ചാടിയും കൊണ്ട് പിന്നെ നാമഘോഷം അതിനനുസരിച്ച് ഗംഭീരമായിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ ഗ്രാമത്തു കൂടെ തലയിൽ ഒരു തലക്കെട്ടൊക്കെ കെട്ടി സോമനൊടുത്ത് ഉത്തരയുമിട്ട് കഴുത്തിൽ ഒരു തുണി കൊണ്ട് തന്നെ ഒരു കൂജ അല്ലെങ്കിൽ ഒരു തമല കെട്ടി അതിൽ ഗ്രാമവാസികൾക്ക് ഉഞ്ചവൃത്തി ധർമ്മം കൊടുക്കാം, ധനം കൊടുക്കാം, നാണയങ്ങൾ കൊടുക്കാം, നോട്ട് കൊടുക്കാം, ധാന്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടിനെയും ഒന്നായിട്ട് ചേർത്തിട്ട് സിലോഞ്ചം എന്ന് പേർ കൊടുത്തു. ഈ 4 വിധം വ്യാപാരവും ഗൃഹസ്ഥന് ചെയ്യാം, ഗൃഹസ്ഥാശ്രമിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി 43-ാമത്തെ ശ്ലോകം. വൈഘാനസാവാലാഖില്യ ഔദുംബരാഫേന പാവനേ ന്യാസേ കുടീജഗ പൂർവം ബഹ്വാദോ ഹംസ നിഷ്ക്രിയോ. അതായത് വൈഘാനസ സമന്മാരും വാലാഖില്യന്മാരും ഔദുംബരന്മാരും ഫേനപന്മാരും വനത്തിലുള്ളവർ, വാനപ്രസ്ഥമെന്ന ആശ്രമത്തിലുൾപ്പെട്ടവർ, കുടീജകൻ ആദ്യം, ബഹോദൻ, ഹംസനും നിഷ്ക്രിയനും ന്യാസത്തിലുള്ളവൻ, സന്യാസാശ്രമത്തിലുൾപ്പെട്ടവർ എന്നിങ്ങനെയുള്ള ഉൾപ്പിരിവുകളൊക്കെ അതിലുണ്ട്. 3-ാമത്തേത് ഞാൻ എൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. 3-ാമത്തേത് വാനപ്രസ്ഥം. ആ ആശ്രമത്തിൽ 4 തരക്കാരുണ്ട്. വൈഘാനസൻ, വാലാഖില്യൻ, ഔദംബരൻ, ഫേനന്മാരൻ. അതായത് 3-ല് 4 തരം ആൾക്കാരുണ്ട്. അതെ, കായികനികൾ കൊണ്ട് ജീവിക്കുന്നവർ വൈഘാനസൻ. 3-ല് 1 എന്ന് പറയാം. അതായത് 3-ല് 4 എന്നുള്ളത് ടോട്ടൽ. ഇനി അതിൽ 3-ല് 1, 3-ല് 2, 3-ല് 3, 3-ല് 4 എന്ന് വരും. ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കിനി വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതേമാതിരി ക്ലാസ് എടുക്കേണ്ടി വന്നാൽ എനിക്ക് ഉപകരിക്കാൻ വേണ്ടിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ പുതിയ ഭക്ഷണ പദാർത്ഥം കിട്ടിയാൽ കയ്യിലിരിപ്പുള്ളതിനെ ഉപേക്ഷിക്കുന്നവർ വാലാഖില്യന്മാർ. അത് 3-ല് 2. രാവിലെ എഴുന്നേറ്റ് ഉടനെ നോക്കുന്നത് ഏതു ദിക്കിലേക്കോ ആ ദിക്കിൽ നിന്ന് കൊണ്ടുവരുന്ന ഫലാദികൾ കൊണ്ട് ഉപജീവിക്കുന്നവർ ഔദംബരന്മാർ. ഇതൊക്കെ എന്തുമാത്രം ഡെപ്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ എന്താണ് സനാതന ധർമ്മത്തെ പറ്റി അറിയാം. വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമല്ലേ അത്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഐശ്വര്യം മുഴുവൻ ഈ ഒരു സംഗ്രഹങ്ങളിൽ വ്യാപൃതനാവുകാരനാണ്. കാരണം നാരായണ എന്ന് ജപിക്കും വേണം, കുറുന്തോട്ടി പെരുക്കും വേണം, കഷായം വയ്ക്കും വേണം, കഷായം കഴിക്കും വേണം, നാരായണ എന്ന് ജപിക്കും വേണം. നാരായണ ജപത്തു കൂടെ വേണം എല്ലാം ചെയ്യാൻ. അല്ലാതെ കണ്ട് സമയമുള്ളപ്പോൾ ജപിക്കാമെന്ന് പറയരുത്. അങ്ങനെ സമയം ഉണ്ടാവില്ല. ദാനം ചെയ്യുക എൻ്റെ കഷ്ടപ്പാടൊക്കെ തീർന്നിട്ടാവാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പ്രൊഷയിലെ വരുന്നതിൻ്റെ മുമ്പ് ചിലവാക്കിക്കോളൂ. ദാനധർമ്മം ചെയ്തു നോക്കൂ. അതിൻ്റെ 100 ഇരട്ടിയാണ് നമ്മൾക്ക് വരിക. ഞാൻ വെറുതെ നിങ്ങളെ തമാശയ്ക്ക് പറയല്ല. നിങ്ങളൊക്കെ എൻ്റെ കൂടപ്പിറപ്പുകാരാണ്, എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ധാർമ്മിക ചിന്തയിലാണ് ഞാൻ ഇത്രയും തുറന്നു പറയണത്. ഞാനൊരു ബീയിങ് എ പെൻഷനർ അതായത് 2012 എനിക്ക് ഓഫീസ് മെമ്മോറാണ്ടം കിട്ടിയത് 18,500 rupees പെൻഷൻ കിട്ടുന്ന. അത് ഇപ്പോൾ 7th പേ കമ്മീഷനും കൊല്ലത്തിൽ 2 DA ഒക്കെ കൂടിയിട്ട് 56,000 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 5 കൊല്ലം മുമ്പേ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം ഒരു 98,000 rupees ചിലവാക്കിയിട്ട് കുരുവമ്പലം ശിവക്ഷേത്രത്തിലേക്ക് ഒരു 4 അടി വീതിയിൽ എൻറ്റയർ വിഡ്ത്ത് ആൻഡ് ഡെപ്ത്ത്, ലെങ്ത് ആൻഡ് വിഡ്ത്ത് 4 ഭാഗം ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്തു.
അതെനിക്കൊരു വാശിയായിരുന്നു. എന്താ വാശി? വാശി നാശത്തിനല്ല, വാശി ആധ്യാത്മികത്തിൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തറയൊക്കെ ചെങ്കല്ലാണ്. അപ്പോൾ ഈ കുരുമ്പലും ശിവക്ഷേത്രത്തിൽ അതിലൊക്കെ പെരിച്ചാഴി മടം മാന്തിയിട്ട് കാക്കയും പൂച്ചയും പ്രാവും ചേരിയും ചേനയും പറഞ്ഞില്ലേ, വളരെ മോശം. പിന്നെ ഒരു ഏപ്പൻ പറഞ്ഞൊരു പുല്ല്, വളരെ മോശമാണത്. മുട്ടിനൊപ്പം ഉണ്ടാവും. നടന്നു പോയാൽ മുണ്ട് മടക്കുത്തിയിട്ടില്ലെങ്കിൽ കാലുമ്പലും രോമത്തിലൊക്കെ പിടിക്കുന്നത്. മുണ്ട് നിവർത്തിയിട്ട് പോയാൽ മുണ്ടിൽ മുഴുവൻ ഏപ്പൻ കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം ക്ഷേത്രം ഭരിച്ച ഒരാൾ, എൻ്റെ അച്ഛൻ പെങ്ങളുടെ ട്രസ്റ്റായിരുന്നു അത്. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഒരു ആദർശവാദിയിൽ ഉള്ള നിലയ്ക്ക് എല്ലാ പണിയും ചെയ്യും. കൈക്കോട്ട് പുല്ല് ചെത്തും, ഇത്തിള് വാങ്ങി കുമ്മായി ആക്കിയിട്ട് വെള്ളം ഒലിക്കും, പിന്നെ കാവ്യ വാങ്ങിയിട്ട് ശ്രീകോവിൽ അലങ്കരിക്കും, ബ്ലൂ നീലം തത്തമാർക്ക് നീലം വാങ്ങിയിട്ട് ചിത്രപ്പണിയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കറിയാം ധാർമ്മികം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക്. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എക്സാക്ട്ലി 2022 മാർച്ച് 5 വീട്ടിൽ ഒരു 1008 നാളികേരം എറിഞ്ഞിട്ടുള്ള ഒരു വേട്ടക്കരൻ പാട്ട് നടത്തേണ്ടി വന്നു. അപ്പോൾ അതിന് ഒരു സാധാരണക്കാരൻ വറയ്ക്കും. 1.5 ലക്ഷം രൂപ ചിലവാണ് 24 hours. ആരും പറഞ്ഞിട്ടല്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടില്ല. അപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു, അമ്പലത്തിൽ വെച്ച് ചെയ്യാമെന്നുള്ളത്. അത് നടന്നില്ല. അപ്പോൾ അവന് വീട്ടിൽ വെച്ചിട്ട് ചെയ്തു. ഗംഭീരമായി. ഒരു 350 ആൾ ആഹാരം കഴിച്ച്, കാലത്തൊരു 60 ആളോളം എന്താ പറയുക ടിഫിൻ, ഒരു 150 ആൾ ഊണ് കഴിച്ചു, ഒരു 350 ആൾ രാത്രി ഉപ്പുമാവും ചുക്ക് കാപ്പിയും, ഗംഭീരം മുല്ലയ്ക്കൽ പാട്ടും എഴുന്നള്ളിപ്പും, പാണ്ടിമേളം, പഞ്ചാരിമേളം, പിന്നെ പറഞ്ഞില്ലേ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നൊക്കെ പറഞ്ഞ് ഏടും കൂറും ഗംഭീരമായിട്ടുള്ള പരിപാടി. അപ്പം ഇതൊക്കെ ഉണ്ടാവാതെ കണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോള് ഷാർജയിലേക്ക് പോയി, മോൻ ഡെൻമാർക്കിലേക്ക് പോയി, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ അയാളതാ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഈശ്വരൻ എന്തിനാണ് നമ്മുടെ വഴിപാടുകൾ നമ്മൾക്ക് ആനന്ദിക്കാനുള്ളതാണ്. സമൂഹത്തിലുള്ളവരെ ആനന്ദിപ്പിക്കുക. അതിൻ്റെ ഒരു ഡെപ്തിന് പാന്തം എന്ന് പറയും. ഡെപ്ത് വളരെയധികം. കാണുന്നവരൊക്കെ ചോദിക്കും ഇനി നമ്മുടെ വീട്ടിൽ പോരാ എന്നാണ്. ഞാൻ പറഞ്ഞു അധികം താമസിയാണ് ഉണ്ടാവുന്നത്. കാരണം ഇല്ല എന്നല്ല പറഞ്ഞത്, ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈശ്വരീയതയുടെ മാഹാത്മ്യം നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. അല്ലാണ്ട് ഞാൻ വലിയവനാണെന്ന് പറയാനല്ല പറഞ്ഞത്. ഞാൻ എളിയവനാണ്. ആ എളിമയിൽ ഇരിക്കുമ്പോൾ ഈശ്വരൻ എൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെ കാത്തു സൂക്ഷിച്ച് മേലും കീഴും ഇടവും വലവും മുൻപും പിമ്പും ഇല്ലേ, ഈ വെളിച്ചപ്പാടുമാർ തല വെട്ടി നമ്മളെ ആശ്വസിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. 64 ദേശങ്ങൾക്ക് ദേവതയായിട്ടുള്ള എന്നെ ഒന്ന് മനമുരുകി വിളിച്ചാൽ ഞാൻ വിളി കേൾക്കും, മോനെ ഉണ്ണി എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കും. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഭാഗവതത്തിൽ അവിടെ ഇറങ്ങുക, ഭാഗവത സിദ്ധാന്തങ്ങളെ പോഷിപ്പിക്കുക. പറഞ്ഞേ. അപ്പോൾ താനേ വീഴുന്ന ഫലാദികളെടുത്ത് ഭക്ഷിച്ച് ഉപജീവിക്കുന്നവരെ ഫേനന്മാർ. അപ്പോൾ 3 4 ആയിട്ടും ഈ 4 കൂട്ടക്കാർ വനത്തിൽ വസിക്കുന്നവർ എന്നർത്ഥമായി പറയപ്പെടുന്ന വാനപ്രസ്ഥന്മാരാകുന്നു. 4ാമത്തെ ആശ്രമം സന്യാസം. അപ്പോൾ അതിൽ എത്രയുണ്ട്? 4 തരക്കാരുണ്ട് എന്ന് പറയണു. 4 തരക്കാർ. അപ്പോൾ അതിൽ 4 ഒന്നാണ് കുടീചകന്മാർ. പിന്നെ ബഹ്വതന്മാർ 4 2. പിന്നെ ഹംസന്മാർ 4 3. പിന്നെ നിഷ്ക്രിയൻ അല്ലെങ്കിൽ പരമഹംസൻ 4 4. അപ്പോൾ സ്വ
ആശ്രമധർമ്മത്തെ പ്രധാനമായി കരുതി അതിൽ നിഷ്ഠയോടിയിരിക്കുന്നവർ കുടീജകൻ അല്ലെങ്കിൽ കുടീചരൻ എന്ന് പറയും. കർമ്മത്തെ അപ്രധാനമായിട്ടും ജ്ഞാനത്തെ പ്രധാനമായിട്ടും കരുതി പ്രവർത്തിക്കുന്നവർ ബഹുവേദൻ. ഭയങ്കര താല്പര്യമുള്ള ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ജ്ഞാനാഭ്യാസത്തിൽ നിഷ്ഠയുള്ളവൻ ഹംസൻ. പരമാത്മഭാവം നിമിത്തം ക്രിയകളെ വെടിഞ്ഞിരിക്കുന്നവൻ നിഷ്ക്രിയൻ. ഒരു ക്രിയയും ചെയ്യേണ്ട ആവശ്യമില്ല ആൾ. എല്ലാം മനസ്സിലാക്കിയ പിന്നെ എന്താ അപ്പോൾ അല്ലെങ്കിൽ നിഷ്ക്രിയൻ അല്ലെങ്കിൽ പരമഹംസൻ. ഈ 4 കൂട്ടരിൽ ഉത്തരോത്തരം ശൈഷ്ട്യമുള്ളവർ കുടീചകൻ. ആദ്യത്തെ സന്യാസി, അവനേക്കാൾ ഉയർന്നവനാണ് ബഹ്വതൻ, അവനേക്കാൾ ശ്രേഷ്ഠൻ ഹംസൻ, അത്യുത്കൃഷ്ടൻ നിഷ്ക്രിയൻ. അതിനാൽ ആദ്യ നിലയിൽ നിന്ന് ഉത്തരോത്തര നിലയെ പ്രാപിക്കുവാനുള്ള അഭ്യാസം സന്യാസികൾക്കും ഉണ്ടെന്ന് സാരം. അല്ലാണ്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഒരു പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഒരു സെക്രട്ടറി, ഒരു 4 ജോയിൻറ്റ് സെക്രട്ടറി ഒന്നുമല്ല സന്യാസവൃത്തിക്ക്. എല്ലാം പരപ്രേരണ ഇല്ലാണ്ട് മറ്റുള്ളവരുടെ വെൽബീയിങ്സിനും വേണ്ടിയിട്ട് ത്യജിക്കണം. പിന്നെ സമൂഹത്തിലുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് സന്യാസി ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരു ശരിയായ വഴക്കല്ല. പറഞ്ഞു പ്രശ്നമുണ്ടോ? അപ്പോൾ പറഞ്ഞു പ്രാപിക്കുവാനുള്ള അഭ്യാസം സന്യാസികൾക്കും ഉണ്ടെന്ന് സാരം. ഇനി 44. അന്വേഷികീത്രയീ വാർത്ത ദണ്ഡനീതിസ്തഥൈവ ച ഏവം വ്യാഹൃതയശ്ചാസൻ പ്രണവോ അഭി അസ്യ ഹൃദ്ഗധാം. ആ വിധത്തിൽ തന്നെ പൂർവാദിമുഖങ്ങളിൽ നിന്നു തന്നെ ഇപ്രകാരം വ്യാഹൃതികളുമുണ്ടായി. ഇവൻ്റെ ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ നിന്ന് പ്രണവവും ഉണ്ടായി. അതായത് ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ നിന്നാണ് ഓങ്കാരം ഉണ്ടായത്. അപ്പോൾ അന്വേഷികി, ത്രയീ, വാർത്ത, ദണ്ഡനീതി എന്നു പേർ പറയപ്പെടുന്ന നയങ്ങൾ 4 പൂർവാദിമുഖങ്ങളിൽ നിന്നുണ്ടായി. അതായത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഇങ്ങനെയാണ് ക്ലോക്ക് വൈസിൽ പറയാം. അന്വേഷികി, ത്രയീ, വാർത്ത, ദണ്ഡനീതി എന്ന് 4 നയങ്ങൾ ഉണ്ടായി. പ്രാഥമിക ആത്മജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ശാസ്ത്രം 4-ൽ 1. സ്വർഗാദിഭോഗങ്ങളെ സമ്പാദിക്കുവാനുള്ള യാഗാദി കർമ്മങ്ങളെ പ്രതിപാദിക്കുന്നത് ത്രയീ. ഇഹലോകത്തിൽ ഉപജീവനത്തെ സമ്പാദിപ്പാനുള്ള കൃഷ്യാദി വ്യവഹാരങ്ങളെ പ്രതിപാദിക്കുന്നത് വാർത്ത. പ്രജാപരിപാലന ക്രമത്തെ വിവരിക്കുന്നത് ദണ്ഡനീതി. ഇതേ പ്രകാരത്തിൽ ഭൂഭുവ സ്വഹ എന്ന് പ്രത്യേകമായും ഭൂർഭവ സ്വഹ എന്ന് സമസ്തമായുള്ള 4 വ്യാഹൃതികളും പൂർവാഭിമുഖത്തിൽ നിന്നുണ്ടായി. അതായത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണ മുഖത്തിൽ നിന്നാണ് പറയാം. ബ്രഹ്മവാചകമായ പ്രണവം ഓം എന്ന അക്ഷരം ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ നിന്നുണ്ടായി. വ്യാഹൃതികൾ ഭൂ, ഭുവ, സ്വഹ എന്ന 3 ഭൂർഭുവസ്വ എന്ന സമസ്ത പദപദത്തിൽ 1 കൂടി ആകെ 4 ആണെന്ന ഒരു പക്ഷം. ആശ്വാലയാന പക്ഷമാണിത്. മഹസ്, തേജസ് എന്നർത്ഥമായ പദവും വ്യാഹൃതിയിൽ ഉൾപ്പെടും. അങ്ങനെ 4 എന്നാണ് ചമസ്യൻ എന്ന ഋഷിയുടെ പക്ഷം. ഭൂർഭവസ്വഹ മഹ എന്നാണ് വ്യാഹൃതികൾ എന്ന് അപ്പോൾ വരും. എങ്ങനെയായാലും അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോണ്ട. ഭഗവാന്റെ എന്താണെന്നാ പറയുക, തിരുപാദ പത്മങ്ങളിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. 45-ാമത്തെ ശ്ലോകം പറയുന്നു: തസ്യോഷ്ണികാശീല്ലോ മഭ്യോ തസ്യോഷ്ണികാശീല്ലോ മഭ്യോ ഗായത്രീ ച ത്വജോ വിഭോ തൃഷ്ടു മാംസാത് സ്നുതോ അനുഷ്ടു ജഗത്യർസ്തന പ്രജാപതേ. സമർത്ഥനായ ബ്രഹ്മാവിൻ്റെ രോമങ്ങളിൽ നിന്ന്
ഉഷ്ണിക്ക് 28 അക്ഷരം അടങ്ങിയ ഛന്ദസ് ഉണ്ടായി. 28 അക്ഷരം. ത്വക്കിൽ നിന്ന് ഗായത്രി 24 അക്ഷരങ്ങളുള്ള ഛന്ദസ്സും. പിന്നെയോ മാംസത്തിൽ നിന്ന് തൃഷ്ടുപ്പ് 44 അക്ഷരങ്ങളുള്ള ഛന്ദസ്സും. സ്നായുവിൽ നിന്ന് 32 അക്ഷരമുള്ള ഛന്ദസ്സും. അസ്ഥിയിൽ നിന്ന് 48 അക്ഷരമുള്ള ഛന്ദസ്സും ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ ശരീരം മുഴുവൻ പറഞ്ഞ വിഷയം ഛന്ദസ്സുകളാണ്. അപ്പോൾ പിന്നെ 28 അക്ഷരം, 24 അക്ഷരം, 44 അക്ഷരം, 32 അക്ഷരം. സർവത്തെയും ജനിപ്പിക്കുവാൻ സമർത്ഥമായ ബ്രഹ്മാവിൻ്റെ രോമങ്ങളിൽ നിന്ന് ഉഷ്ണിക്കെന്നും ത്വക്കിൽ നിന്ന് ഗായത്രി എന്നും. അതായത് രോമങ്ങൾ ത്വക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം രോമങ്ങളെ, പിന്നെ ത്വക്ക്, ത്വക്കിൽ നിന്ന് ഗായത്രി എന്നും മാംസത്തിൽ നിന്ന് തൃഷ്ടുപ്പ് എന്നും സ്നായു അതിൽ നിന്ന് അനുഷ്ടുപ്പ് എന്നും അസ്ഥിയിൽ നിന്ന് ജഗതി എന്നും പേരുള്ള ഛന്ദസ്സുകളുണ്ടായി. അപ്പോൾ പിന്നെ മജ്ജായ ഭക്തിരുത്പന്ന ബൃഹതി പ്രാണതോ അഭവത് സ്പർശസ്തസ്യാഭവത് ജീവ സ്വരോ ദേഹ ഉദാഹൃത. അപ്പോൾ മജ്ജയിൽ നിന്ന് ഭക്തി എന്നു പേരായ ഛന്ദസ് ഉള്ളിലേക്ക് പോയി ഉത്ഭവിച്ചു. പ്രാണനിൽ നിന്ന് ബൃഹതി എന്നു പേരായ ഛന്ദസ് ഉണ്ടായി. അവൻ്റെ ജീവൻ സ്പർശം എന്ന് പറയപ്പെടുന്ന അക്ഷര സമുദായം ഉണ്ടായി. സ്വരമെന്ന് പറയപ്പെടുന്ന അക്ഷര സമൂഹം ദേഹമായിട്ട് പറയപ്പെട്ടു. അങ്ങനെ ഇനി അതിൻ്റെ ഭാവാർത്ഥം. മജ്ജയിൽ നിന്ന് 40 അക്ഷരമുള്ള ഭക്തിയും പ്രാണനിൽ നിന്ന് 36 അക്ഷരമുള്ള ബൃഹൃതിയും ജീവനിൽ നിന്ന് കകാരം മുതൽ മകാരം വരെ 5 വർഗത്തിൽ അടങ്ങിയതും സ്പർശം എന്ന് പറയപ്പെടുന്നതുമായ 25 അക്ഷരങ്ങളും ദേഹത്തിൽ നിന്ന് അകാരം മുതൽ സ്വരാക്ഷരങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ സനാതനധർമ്മത്തിൻ്റെ ഇൻട്രിക്കസീസ് അതൊന്നും മനസ്സിലാക്കിയുണ്ടല്ലോ. ഈ ലോകത്ത് ഒരു രാഷ്ട്രത്തിനും ഇത്ര വലിയൊരു വേദസമ്പത്ത്, അറിവാകുന്ന സമ്പത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് 47-ാമത്തെ ശ്ലോകം പറയുന്നു, ഊഷ്മാണം ഇന്ദ്രിയാണ്യാഹുരന്തസ്ഥാബലമാത്മന സ്വരാ സപ്തവികാരേണ ഭവന്തി സ്മ പ്രജാപതേ. ഊഷ്മാവെന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങളെ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നു. അന്തസ്ഥങ്ങളെന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങളെ ആത്മസ്വരൂപൻ്റെ ബലമെന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ കളി കൊണ്ട് 7 സ്വരങ്ങൾ ഉണ്ടായി, സപ്തസ്വരങ്ങൾ ഉണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ വലതുഭാഗത്തേക്ക് നോക്കിയാൽ കുരുവമ്പലം ക്ഷേത്രത്തിൽ എലഞ്ഞിത്തറയിൽ ഗന്ധർവന് വേണ്ടി വെച്ചിട്ടുള്ള വിളക്ക് കാണും. അപ്പോൾ എൻ്റെ ബോംബെ ചേച്ചിയും ഹരിദാസുമാണ് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. ഈ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, നിങ്ങളാരെങ്കിലും ഈ കൊളത്തൂരിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഓണപ്പുഴ ജംഗ്ഷനിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുന്ന റൂട്ടിൽ ഓണപ്പുഴ കഴിഞ്ഞ് പട്ടാമ്പിക്ക് പോകുമ്പോൾ 1 കിലോമീറ്റർ വന്നാൽ കുരുവമ്പലം ശിവക്ഷേത്രത്തിലേക്കുള്ള കട്ട് റോഡായി. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 600 മീറ്റർ വന്നാൽ ക്ഷേത്രമായി, എൻ്റെ സ്ഥലമായി. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ഇതെല്ലാം പൂർവികമായിട്ട് ചെയ്തിട്ടുള്ള പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്. അമ്പലത്തിൽ മണിയടിച്ചാൽ എനിക്ക് കേൾക്കാം, ദീപാരാധന നട തുറന്നാൽ എനിക്ക് കേൾക്കാം, അമ്പലം പൂട്ടുമ്പോൾ നട അടയ്ക്കുമ്പോൾ എനിക്ക് കേൾക്കാം. അപ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും ഓം നമ ശിവായ ശിവായ നമോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഭാഗവതം പറയുമ്പോൾ ശിവൻ്റെ മന്ത്രം. സത്യത്തിൽ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒന്നാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ പരിപാലനത്തിനാണ് ബഹുമാനം കൂടുക. പക്ഷേ ശിവൻ മംഗളദായകനാണ്. അപ്പോൾ
രജോ ഗുണം കഴിഞ്ഞു, ഇനി പരിപാലനം കഴിഞ്ഞ് അവസാനം നമ്മളൊക്കെ എവിടേക്കാണ് പോകേണ്ടത്? മരണത്തിലേക്ക്. അപ്പോൾ നമ്മൾ ഭഗവാനോട് പറഞ്ഞു, മംഗളദായകനായിരിക്കുന്ന പരമശിവ, എനിക്ക് ഇനി ജനനം വേണ്ട എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒരു പാസ് തരും. എങ്ങോട്ട്? വൈകുണ്ഠത്തിലേക്ക്. അതാണിതിൻ്റെ രീതി. പറഞ്ഞു മനസ്സിലായില്ലേ? 92 ഞാൻ ഈ സ്ഥലം വാങ്ങി അതിലൊരു വീട് വെച്ചു. ഇത്രയും കാര്യങ്ങൾ ഒക്കെ സേവ ചെയ്യണത് ഇതിനാരാ സാക്ഷി? കുരുവമ്പലത്തപ്പൻ, കുരുവമ്പലത്തിൽ സാക്ഷാൽ പരമശിവൻ. അത് ഭാവം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം കൊടുത്ത് സമൃദ്ധമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഇരിക്കുന്നൊരു ഭാവമാണ്. പിന്നെ എങ്ങനെ ഞാൻ നന്നാവാതെ ഇരിക്കുക? നന്നാവാന്ന് പറഞ്ഞാൽ അത് ബാങ്ക് ബാലൻസിലല്ല, ആധ്യാത്മിക ബാലൻസ്. അതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്കൊരു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ആണ് മുഴുവൻ തന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പേടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ അതൊക്കെ പറയാൻ കാരണം? 47-ാമത്തെ ശ്ലോകം ഞാൻ വായിച്ചില്ല, എനിക്ക് നല്ല ഉറപ്പില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, 46-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം ഒന്നുകൂടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, മജ്ജയിൽ നിന്നുള്ള 40 അക്ഷരമുള്ള പങ്ക്തിയും പ്രാണനിൽ നിന്ന് 36 അക്ഷരമുള്ള ബൃഹൃതിയും ജീവനിൽ നിന്ന് കകാരം മുതൽ മകാരം വരെയുള്ള 5 വർഗത്തിൽ അടങ്ങിയതും സ്പർശം എന്നു പറയപ്പെടുന്ന 25 അക്ഷരങ്ങളും ദേഹത്തിൽ നിന്ന് അകാരം മുതൽക്കുള്ള സ്വരാക്ഷരങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി 47, ഊഷ്മാണം ഇന്ദ്രിയാണ്യാഹുരന്തസ്ഥ ബലം ആത്മനാ സ്വരാസപ്തവിഹാരേണ ഭവന്തി സ്മ പ്രജാപതേ. ഊഷ്മാവെന്ന് പറയപ്പെടുന്ന അക്ഷരങ്ങളെ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നു. അന്തസ്ഥങ്ങളെന്നു പറയപ്പെടുന്ന അക്ഷരങ്ങളെ ആത്മസ്വരൂപൻ്റെ ബലമെന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ കളി കൊണ്ട് 7 സ്വരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് സാ ഷാ സാ ഹ എന്ന 4 അക്ഷരങ്ങളടങ്ങിയ ഊഷ്മാക്കളും ബലത്തിൽ നിന്ന് യാ രാ ല വ എന്ന 4 അക്ഷരങ്ങൾ അടങ്ങിയ അന്തസ്ഥങ്ങളും ക്രീഡയിൽ നിന്ന് സരിഗമ പദനി എന്ന സപ്തസ്വരങ്ങളും ഉണ്ടായി എന്ന് അറിവുള്ളവർ പറയുന്നു. അതിനെ നമ്മൾ ബഹുമാനിക്കുക. 48ഓട് കൂടിയിട്ട് ഈ ഒരു പങ്ക്തി അവസാനിപ്പിക്കുകയാണ്. അതെന്താ? ശബ്ദബ്രഹ്മാത്മനസ്തസ്യ വ്യക്ത അവ്യക്താത്മന പര ബ്രഹ്മാവഭാതി വിദതോ നാനാശക്ത്യുപബൃംഹിതാം. വ്യക്തമായും അവ്യക്തമായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ അദ്ദേഹത്തിൻ്റെ ശബ്ദബ്രഹ്മരൂപമായ ആത്മാവിൽ നിന്ന് നാനാവിധ ശക്തികളാൽ മഹാനായും വിലക്ഷണമായും ഇരയ്ക്കുന്ന ബ്രഹ്മസ്വരൂപൻ സർവവ്യാപിയായിട്ട് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ശബ്ദബ്രഹ്മസ്വരൂപമായിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അനന്തശക്തിയുക്തനും സർവവ്യാപിയും ഇരിക്കുന്ന ഈശ്വരൻ സുസ്പഷ്ടമായിട്ട് വിളങ്ങുന്നു. ശബ്ദം 2 വിധം, വ്യക്തം അവ്യക്തം. വ്യക്തമായിട്ടുള്ളത്, വ്യക്തമല്ലാത്തത്. മുഖത്തിൽ നിന്ന് അക്ഷരസ്വരൂപേണ പുറത്തേക്ക് പുറപ്പെടുന്നതായ വൈഖരി എന്ന് പറയപ്പെടുന്നത് വ്യക്തം. ഹൃദയത്തിൽ നിന്ന് ശബ്ദസ്വരൂപേണ അന്തർഭാഗത്തിൽ വ്യാപിച്ചിരിക്കുന്ന പ്രണവാത്മകമായ ശബ്ദം അവ്യക്തം. ഈ അവ്യക്തമായ ശബ്ദമാണ് പൾസ്. അത് പിടിച്ചിട്ടാണ് ഡോക്ടർമാർ വിധി കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ വൈദ്യന്മാർ ശ്രദ്ധിക്കുന്നത്. ഈ 2 വിധം ശബ്ദം ഈശ്വരൻ്റെ സഗുണ നിർഗുണ സ്വരൂപ ജ്ഞാനസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ഭാവമാകുന്നു. ഈ 2 വിധ ശബ്ദത്തിൽ ജ്ഞാനസ്വരൂപം അന്തർഭവിച്ചിരിക്കുന്നു. ഈ 2 വിധ ശബ്ദവും ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നതിനാൽ ബ്രഹ്മഹൃദയത്തിൽ ഈശ്വരൻ മറവ് കൂടാതെ നിത്യവും പ്രകാശിക്കുന്നു എന്ന് സാരം. അങ്ങനെയിരിക്കുന്ന ആ ശ്രീഹരി എല്ലാവർക്കും ആശ്രയഭൂതനായിരിക്കട്ടെ, അല്ലേ? അപ്പോൾ അതിനെന്ത് വേണം? നിഷ്കപടമായ മനോമാലിന്യങ്ങളില്ലാത്തൊരവസ്ഥയിൽ ഈശ്വരനെ ഉപാസിക്കണം.
അതിന് വേണ്ട കരുത്ത് നമ്മൾ ആർജിക്കണം. അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം. നാളെ കാണാം.